2024 എയിംസിലെ ബി.എസ്.സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ, പോസ്റ്റ് ബേസിക് ബി.എസ്.സി നഴ്സിംഗ് തുടങ്ങിയവയുടെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ ബേസിക് രജിസ്ട്രേഷൻ മുതലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. aims.exams.ac.in എന്ന എയിംസിന്റെ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്മിഷന് വേണ്ടിയുള്ള എയിംസിന്റെ എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ 2 സ്റ്റെപ്പ് രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ബേസിക് രജിസ്ട്രേഷനും സെക്കൻഡ് സ്റ്റെപ്പ് ഫൈനൽ രജിസ്ട്രേഷനുമാണ്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് എന്നുള്ള മെസ്സേജ് വന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കോഡ് ജനറേഷൻ നടത്തി ഫൈനൽ രജിസ്ട്രേഷൻ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഏപ്രിൽ 4-ാം തീയതി വരെ മാത്രമാണ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ടുള്ള സമയം. ഇതുവരെയും ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഏപ്രിൽ 4-ാം തീയതിക്ക് മുൻപായിട്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്ത് എക്സാം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബേസിക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി അക്സെപ്റ്റഡ് എന്നുള്ള മെസ്സേജ് നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ആപ്ലിക്കന്റ് ലോഗിൻ സോണിൽ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ക്യാപ്ചയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും. ആ പേജിൽ നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി അക്സെപ്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ കോഡ് ജനറേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് കണ്ടു നോക്കണേ. ബേസിക് രജിസ്ട്രേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് ഏപ്രിൽ 4-ാം തീയതി മുതൽ ഏപ്രിൽ 6-ാം തീയതി വരെ സമയം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ എയിംസിന്റെ വെബ്സൈറ്റും ചെക്ക് ചെയ്യണം. ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് ആയവർക്ക് മാർച്ച് 12-ാം തീയതി മുതൽ ഏപ്രിൽ 12-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. എപ്പോഴാണ് നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് എന്നുള്ള മെസ്സേജ് വരുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 12-ാം തീയതി വൈകുന്നേരം വരെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. കോഡ് ജനറേഷൻ, ഫീ പേയ്മെന്റ്, സിറ്റി സെലക്ഷൻ, ഫൈനൽ രജിസ്ട്രേഷൻ എന്നിവ നടത്താത്തവർക്കും എൻട്രൻസ് എക്സാം എഴുതുവാൻ സാധിക്കില്ല. ബി.എസ്.സി നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ബി.എസ്.സി നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 2 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ആയവരുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് ഏപ്രിൽ 12-ാം തീയതി ആണ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് എന്തെങ്കിലും റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസണും അവിടെ കാണിച്ചിട്ടുണ്ടാകും. ഏപ്രിൽ 22-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഡോക്യുമെന്റ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. ബി.എസ്.സി നഴ്സിംഗിന്റെ അഡ്മിറ്റ് കാർഡ് എയിംസിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് മെയ് 31-ാം തീയതിയാണ്. പാരാമെഡിക്കൽ കോഴ്സിന്റെയും പോസ്റ്റ് ബേസിക് ബി.എസ്.സി നഴ്സിംഗിന്റെയും അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്യുന്നത് ജൂൺ 14-ാം തീയതിയാണ്. ബി.എസ്.സി നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാം ജൂൺ 8-ാം തീയതിയാണ്. പോസ്റ്റ് ബേസിക് ബി.എസ്.സി നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സിന്റെയും എൻട്രൻസ് എക്സാം ജൂൺ 22-ാം തീയതിയാണ്. ഒരു കുട്ടിക്ക് 3 സെന്ററുകൾ ഓപ്ഷനായിട്ട് വെക്കുവാൻ സാധിക്കും. നിങ്ങളുടെ എക്സാം സെന്റർ ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ ഉണ്ടാകും. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. ബി.എസ്.സി നഴ്സിംഗ് കോച്ചിങ് ക്ലാസ്സുകൾക്ക് പോകുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി യൂട്യൂബിൽ തന്നെ ഒരുപാട് നല്ല ചാനലുകൾ ഉണ്ട്. ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു സ്കോർ നേടുവാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.